وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على سيدنا محمد وعلى آله وأصحابه البررة الكرام. أما بعد، فيا أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله، فافعلوا ما أمركم الله وانتهوا عما نهاكم الله. قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أنا لست خائب الأمل بغروب شمس اليوم، أملي في شروق شمس غدا. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരമകാരുണികനും ദയാലുവുമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രവും പരിപാവനവുമാകുന്ന ഈ മസ്ജിദിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വച്ചിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അല്ലാഹു പ്രകാരം നാം എവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയോ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ്വ അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് അവന്റെ വിശാലമായ കരുണയുടെ പേരിൽ നാം എവർക്കും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കുവാനും അവസാനം ഈ നശ്വരവും നൈമിഷികവും ആകുന്ന ജീവിതത്തിൽ നിന്നും വിട പറയുന്ന സന്ദർഭം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമ ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് പൂർണ്ണ മുഅ്മിനായി സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെട്ട് മരണപ്പെടുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും അല്ലാഹുവിന്റെ അലംഘനീയമായ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അല്ലാഹുവിലേക്ക് ചെന്നണഞ്ഞ നമ്മുടെ മിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, സർവ്വ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വിശിഷ്യ ഈ പള്ളിക്ക് ചുറ്റും അന്തിവിശ്രമം കൊള്ളുന്ന എല്ലാ ഖബറാളികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കൊക്കെ സ്വർഗീയമായ പരിമളങ്ങൾ, സ്വർഗീയമായ സന്തോഷങ്ങൾ ആ ബർസഖിയായ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ
ഒരുപാട് പ്രയാസങ്ങളിലായി, ദുരിതങ്ങളിലായി, രോഗങ്ങളിലായി, പ്രതിസന്ധികളിലായി ഒക്കെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അസുഖങ്ങൾ കാരണം ഹോസ്പിറ്റലുകളിൽ, വീടുകളിലൊക്കെ കഴിയുന്ന ഒരുപാട് രോഗികളുണ്ട്. നമ്മളിൽ പലരും പല രീതിയിലുള്ള രോഗങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അല്ലാഹു പൂർണ്ണമായ ശിഫായും ശമനവും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യമൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുത്ബ സന്ദേശത്തിൽ അല്ലാഹുവിനെയും അവന്റെ പരിശുദ്ധ റസൂൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുസരിക്കുകയും അങ്ങനെ അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും അനുസരിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തിലുള്ള ഉന്നതമായ പദവി അംബിയ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, രക്തസാക്ഷികളോടൊപ്പമൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നൽകിയ സന്ദേശം മുഅ്മിനീങ്ങളായ നിങ്ങളുടെ ശ്രദ്ധയിൽ ആ വചനത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീനും അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ ആണ്. അല്ലാഹു സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവായ അല്ലാഹു സൃഷ്ടിച്ച സർവ സൃഷ്ടി ജീവജാലങ്ങൾക്കും ജന്തുജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും ഈ പ്രപഞ്ചത്തിലെ സചേതന അചേതന വസ്തുക്കൾക്ക് പോലും റഹ്മത്ത്, അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി വചനങ്ങളുണ്ട്. മുഅ്മിനീങ്ങളായ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുക. ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായം സൂറത്ത് സബഇലെ 28-ാമത്തെ വചനമാണ്. ഇന്നത്തെ ഖുത്ബയിലെ, അറബി ഖുത്ബയിൽ ഒക്കെ ഓതുമ്പോൾ ആ ആയത്തായിരിക്കും പരാമർശിക്കുന്നത്. അതിന്റെ ചെറിയൊരു വിവരണമാണ് മലയാള ഭാഷയിൽ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞു തരിക എന്നുള്ള ഒരു ബാധ്യത നിർവഹിക്കുകയാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ ഈ 34-ാമത്തെ അധ്യായം സൂറത്ത് സബഇലെ 28-ാമത്തെ വചനത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ് ബശീറൻ വനദീറാ വലകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. വമാ അർസൽനാക, അല്ലയോ പ്രവാചകരെ, അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ കാഫത്തൻ ലിന്നാസ്, സർവലോകർക്കും സർവ മനുഷ്യർക്കും ആഗമനമായി കൊണ്ടല്ലാതെ സർവ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. കാഫത്തൻ ലിന്നാസ്, കാഫത്തൻ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട്, അവിടെ ജാതി മതങ്ങൾക്ക് അതീതമായ ഒരു പ്രവാചകനാണ്. ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യവനും ജൈനനും ബുദ്ധനും മതമില്ലാത്തവനും ഭൗതികവാദിക്കും നിരീശ്വരവാദിക്കും ഒക്കെയായിട്ട് സർവ ലോകത്തിനുമായിട്ടാണ് കാഫത്തൻ ലിന്നാസ്, സർവ മനുഷ്യർക്കുമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചത്. അതല്ലാതെ അന്ത്യപ്രവാചകന്റെ നിയോഗം മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടല്ല. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ സങ്കുചിതമായ മനോഭാവത്തിന്റെ ഉടമകളാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത്, അതാണ് ഞാൻ സൂറത്തിലെ കൃത്യമായി
വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായം സൂറത്ത് സബ എന്ന് പറഞ്ഞു 28-ാമത്തെ വചനം എടുത്ത് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഇതിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന പലരും ശ്രദ്ധിക്കുന്നവരും വായിക്കുന്നവരും ഒക്കെയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ വായത്ത് മുഅ്മിനീങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. കാഫത്തൻ ലിന്നാസ്, സർവ മനുഷ്യർക്കുമായിട്ടാണ് നബിയെ അങ്ങയെ നാം നിയോഗിച്ചത്. ബഷീറൻ വ നദീറ, ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ് ബഷീറിന്റെ അർത്ഥം. നദീർ ഒരു മെസഞ്ചർ, നദീർ മുന്നറിയിപ്പുകാരൻ. അള്ളാഹുവിന്റെ ഒരു സന്ദേശവാഹകരായിട്ടും ഒരു മെസഞ്ചറായിട്ടും ഒരു സന്ദേശം എത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടുമാണ് സർവ്വലോകർക്കും ആഗമനമായിക്കൊണ്ടാണ് പ്രവാചകരെ അങ്ങയെ നാം നിയോഗിച്ചത്. പക്ഷേ മനുഷ്യരിൽ അധികം പേരും ലാ യഅലമൂൻ, മനസ്സിലാക്കുന്നവരല്ല, ചിന്തിക്കുന്നവരല്ല. അള്ളാഹു നമുക്ക് തന്ന കണ്ണും കാതും മനസ്സും മസ്തിഷ്കവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഒന്നും പഠിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോഴാണ് ആ ബഹുമുഖ വ്യക്തിത്വത്തിന്റെ ഉടമയായ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്കൊരു അത്ഭുതമാണ് സഹോദരങ്ങൾ. മനുഷ്യരിലധികം പേരും ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. പ്രവാചകനെ ലോകത്ത് ആഗമനമാക്കിക്കൊണ്ട്, ലോകത്ത് സർവ്വലോകർക്കും മാർഗദർശനമാക്കിക്കൊണ്ടാണ് പ്രവാചകനെ അന്ത്യദൂതനായി അയച്ചത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മൈക്കിൾ ഹാർട്ടിന്റെ ഒരു പുസ്തകം അതിനെ വിവരിക്കാം. അതിനു മുമ്പ് യൂറോപ്യൻ ചിന്തകന്മാരും എഴുത്തുകാരന്മാരും ഒക്കെ പ്രവാചകനെ കുറിച്ച് പ്രകീർത്തിക്കുമ്പോൾ നമ്മുടെ കേരളക്കരയിലുള്ള ചില വ്യക്തികളെ കുറിച്ച് കൂടെ പരാമർശിച്ചിട്ട് അങ്ങോട്ട് പോകാം. നമുക്കറിയാം ശ്രീനാരായണ ഗുരു. അദ്ദേഹം വേദങ്ങൾ പഠിച്ച മനുഷ്യനാണ്. ചതുർവേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം, അതാണ് ഹൈന്ദവ ദർശനങ്ങളുടെ അടിത്തറയായ ചതുർവേദങ്ങൾ. ആയിരക്കണക്കിന് ഉപനിഷത്തുക്കളുണ്ട്. അതിൽ പ്രബലമായി സന്യാസിവര്യന്മാർ, അവരുടെ വേദ പണ്ഡിതന്മാർ പറയുന്നത് 108 ഉപനിഷത്തുക്കളാണ്. ഭവിഷ്യപുരാണം പോലെ അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പുരാണങ്ങൾ. അതുപോലെ തന്നെ 2 ഇതിഹാസങ്ങൾ, രാമായണവും മഹാഭാരതവും. അതാണ് ഒരു ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൈന്ദവ ദർശനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ചതുർവേദം, 4 വേദഗ്രന്ഥങ്ങൾ, 108 ഉപനിഷത്തുക്കൾ, അതുപോലെ തന്നെ 2 ഇതിഹാസങ്ങൾ, രാമായണവും മഹാഭാരതവും. ഈ ചതുർവേദങ്ങൾ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം നിലകൊണ്ട ഗ്രന്ഥമാണ്. ലോകത്ത് ആദ്യമായി വേദഗ്രന്ഥം എന്നുള്ള നിലയിൽ രൂപപ്പെട്ട വേദഗ്രന്ഥം ഋഗ്വേദമാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ സൂചിപ്പിക്കുക. കാരണം എന്നെക്കാളും അറിവും ബോധമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. നമ്മളെ ബഹുമാനപ്പെട്ട സാറന്മാർ, രാജേഷ് സാറൊക്കെ വായനശീലം ഉള്ളവരാണ്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇരുന്നവരാണ്. അപ്പൊ അവരെയൊക്കെ പോലെ ഉള്ളവർക്ക് അറിയാം വായിക്കുന്നത്, അതുപോലെ പലരെയും എനിക്കറിയാം. അതുകൊണ്ട് ഈ ചതുർവേദങ്ങൾ, ഈ 4 വേദങ്ങളും 108 ഉപനിഷത്തുക്കളും 2 ഇതിഹാസങ്ങൾ, രാമായണം മഹാഭാരതം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം, അഥവാ 4680 വർഷം, 5000-ഓളം വർഷം പഴക്കമുള്ള വേദഗ്രന്ഥമാണ് ഋഗ്വേദം. അതിൽ ഏകദൈവ ആരാധന, ദൈവ അവതാരങ്ങൾ, ഋഷിമാർ, മഹർഷിമാർ, ലോകത്ത് ധർമ്മം സംസ്ഥാപിക്കുവാൻ വേണ്ടി വരുന്ന യുഗപുരുഷന്മാർ ഒക്കെ പരാമർശങ്ങളുണ്ട് ഋഗ്വേദത്തിൽ. യഥാർത്ഥത്തിൽ ഋഗ്വേദം രൂപപ്പെടുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമയുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും കാലഘട്ടവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് അതിലുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച സമൂഹം പ്രവാചകന്മാരുടെ വഫാത്തിന് ശേഷം പിന്നീട് പല വിഭാഗങ്ങളായി, പല ഗോത്രങ്ങളായി, സംസ്കാരങ്ങളായി, മതദർശനങ്ങളായി രൂപപ്പെട്ടു. പിന്നീടാണ് ഋഗ്വേദം ഉണ്ടായത്. അപ്പൊ അതിൽ ബഹുമാനപ്പെട്ട ഋഗ്വേദത്തിൽ
നമുക്ക് കാണാൻ കഴിയും ഏകദൈവ ആരാധന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അള്ളാഹു ഏകനാണ് എന്നുള്ള സമർപ്പിക്കുന്ന ശ്ലോകങ്ങൾ, വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അന്ത്യ ആചാര്യൻ, ഹൈന്ദവ വേദ ഗ്രന്ഥങ്ങളിലെ അന്തിമ ആചാര്യൻ എന്ന ഒരു പുസ്തകമുണ്ട്. അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ടി മുഹമ്മദ് എന്ന ഒരു പണ്ഡിതൻ എഴുതിയ, കേരള സാഹിത്യ അക്കാഡമിക് അവാർഡ് വാങ്ങിയ ഒരു പുസ്തകമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾ. അതൊക്കെ വായിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ചതുർവേദങ്ങളിൽ പരാമർശിച്ച പ്രവാചകൻ ചതുർവേദങ്ങളിൽ പരാമർശിച്ച പ്രവാചകൻ ഒരു വലിയ ആചാര്യൻ അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടും. ദൈവ അവതാരം എന്ന് പറയും. പക്ഷെ നമുക്ക് ദൈവ അവതാരമില്ല, ദൈവദൂതൻ. അതാണ് നമ്മുടെ വ്യത്യാസം. നമ്മളും മറ്റ് സംസ്കാരവുമായിട്ടുള്ള വ്യത്യാസത്തിലാണ് നമ്മൾ പറയുന്നത്. ആദം നബി മുതൽ അന്ത്യപ്രവാചകന്മാർ വരെയുള്ള പ്രവാചകന്മാർ നദീറും ബഷീറുമാണ്, സന്തോഷവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പുകാരുമാണ്. ദൂതൻ, റസൂൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാണ്. അള്ളാഹു ധർമ്മത്തെ സംസ്ഥാപിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് നിയോഗിച്ച ധർമ്മസ്ഥാപകനാണ് ആര്? റസൂൽ. നമ്മൾ പറയുന്ന എല്ലാ റസൂലാണ്, റസൂലും നബി. പക്ഷേ ഇവരൊക്കെ ഈ പ്രവാചകന്മാരുടെ ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ഒരു 600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക ദൗത്യവുമായി ഏകദൈവ ആരാധനയുമായി വന്ന ഈസാ നബി അലൈഹിസ്സലാം, യേശു ക്രിസ്തു. നമ്മൾ പറയുന്നു ഈസാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. പക്ഷെ അവർ പറയുന്നത് ഈസാ ഇബ്നുല്ലാഹ്, അല്ലാഹുവിന്റെ മകനാണ്. അത്രയേ ഉള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് സമമായി ആരുമില്ല, അല്ലാഹുവിന് മക്കളും മാതാപിതാക്കളും ഒന്നുമില്ല എന്ന പ്രഖ്യാപനമാണ് ഖുർആൻ. അതിന് വിരുദ്ധമാണ് ഇബ്നുല്ലാഹ്, അല്ലാഹുവിന്റെ മകൻ എന്നുള്ള വാദം. അല്ലെങ്കിൽ ദൈവ അവതാരങ്ങൾ നമുക്കറിയാലോ. ദൈവ അവതാരങ്ങളെ കുറിച്ച് 10 ദശാവതാരം യഥാർത്ഥത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടാവാം. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ അവരൊക്കെ പുണ്യപുരുഷന്മാരാണ്. ധർമ്മത്തെ സംസ്ഥാപിക്കാൻ വേണ്ടി ലോകത്ത് വന്നവരാണ്, അല്ലേ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാദേഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനായ സംഭവാമി യുഗേ യുഗേ. അല്ലേ? അതാണല്ലോ ഗീതയുടെ ആദ്യത്തെ സന്ദേശം. ലോകത്ത് അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ധർമ്മത്തെ സംസ്ഥാപിക്കുവാൻ വേണ്ടി പ്രവാചകന്മാർ ലോകത്ത് രംഗപ്രവേശനം ചെയ്യുമെന്ന് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു. ചതുർവേദങ്ങൾ പോലെ, ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ നമ്മുടെ ആ ഒരു കൺസെപ്റ്റിൽ നോക്കുമ്പോൾ അവരൊക്കെ ലോകത്ത് ധർമ്മത്തെ സംസ്ഥാപിക്കാൻ വേണ്ടി വന്നവരാണ്. ലോകത്ത് മരണാനന്തര ഒരു ജീവിതമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ വന്നവരാണ്. അതൊക്കെയാണ് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്. ആ വേദഗ്രന്ഥങ്ങളിലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഏകസ്മിന്നന്തരെ വിളിച്ച ആചാര്യനെ സംബന്ധിത മഹാമതായി ഇരിക്കാതെ അദ്ദേഹം നാളോടടുക്കുമ്പോൾ ഒരു മനുഷ്യൻ വരും, ഒരു ആചാര്യൻ വരും. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും. അദ്ദേഹം ഇരിക്കാതെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മുഹമ്മദ് എന്നായിരിക്കും. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യഗണങ്ങൾ ഉണ്ടായിരിക്കും. അദ്ദേഹം 5 നേരം അംഗസ്നാനം ചെയ്യുന്ന ആളായിരിക്കും. ശുഭ്രവസ്ത്രധാരിയായിരിക്കും. അദ്ദേഹം ചേലാകർമ്മം ചെയ്യപ്പെടുന്ന ആളായിരിക്കും. അദ്ദേഹത്തിന്റെ അനുചരന്മാരും അത് പിൻപറ്റുന്നവരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വേദഗ്രന്ഥങ്ങൾ പരാമർശിക്കുന്ന ഒരു അന്തിമാചാര്യനുണ്ട്. പിന്നീട് അതിനെ
പലരും വ്യാഖ്യാനിച്ച് അവരുടേതായ അഭിപ്രായങ്ങൾ കടത്തിക്കൂട്ടുമ്പോഴാണ് ദൈവാവതാരങ്ങളൊക്കെ ആയി മാറുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ തനിമ എല്ലാം എങ്ങനെയാണ് തനിമ നഷ്ടപ്പെട്ടു പോയി. മതദർശനങ്ങളുടെ തനിമ നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ നമുക്കറിയാലോ, പാല് മുട്ട നമ്മുടെ മുമ്പ് കഴിക്കും. ഇപ്പൊ ഒരു 10 വർഷമാവും നാടൻ മുട്ട, നാടൻ പാല്, അല്ലെ, നാടൻ പച്ചക്കറി, ഇത് അങ്ങനെയല്ലേ? അപ്പൊ എന്താണ് തനിമ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതുപോലെ പരിശുദ്ധ ഇസ്ലാമിന്റെ ഏക ദൈവ ആരാധനയും പ്രവാചക സങ്കല്പവും മരണാനന്തര ജീവിതവും ഒക്കെ എന്തുപെട്ടുപോയി? തനിമ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതാണ് ശ്രീനാരായണ ഗുരു ഈ ചതുർവേദങ്ങളൊക്കെ പഠിച്ച് ഈ ഉപനിഷത്തുകളൊക്കെ നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അനുകമ്പ ദശകം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണീയന്മാർ കൂടുതൽ പാരായണം ചെയ്യുന്ന ഒരു പുസ്തകമാണ് അനുകമ്പ ദശകം. അതിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് അദ്ദേഹം ഉപനിഷത്തുകളിൽ നിന്ന് പഠിച്ചിട്ട് അദ്ദേഹം മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്തെന്നറിയോ? മനുഷ്യാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കാരുണ്യവാനവി മണിമുത്തു രത്നമോ, കാരുണ്യവാൻ നബി മണിമുത്തു രത്നമോ. ഇത് മഹാനായ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. മനുഷ്യാകൃതി പൂണ്ട ദൈവമോ എന്നാ പറഞ്ഞത്. നമുക്ക് ദൈവസങ്കല്പം ഇല്ലല്ലോ. ശ്രീനാരായണ ഗുരു പോലും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹം ഒരിടത്തും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ ഈ ദശകത്തിൽ പറഞ്ഞത് എന്താണ്? മനുഷ്യാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കാരുണ്യവാൻ നബി മുത്തുരത്നമോ. നമ്മള് മുത്തു നബി എന്ന് പറയാറുണ്ട് അല്ലേ? ആ മുത്ത് എന്ന വാക്ക് ആര് കൊടുത്തതാ? ശ്രീനാരായണ ഗുരു കൊടുത്തത്. മുത്തുനബി എന്ന കുട്ടികളൊക്കെ പ്രസംഗിക്കുമ്പോൾ മുത്തുനബി എന്ന് പറയാം. ആ മുത്ത് എന്ന വാക്ക് പോലെ ആര് കൊടുത്തതാണ്? മഹാനായ ശ്രീനാരായണ ഗുരു അവർക്ക് കൊടുത്തതാണ്. ഇതൊക്കെ നമ്മൾ അറിയുന്ന സഹോദരങ്ങളെ. പള്ളിയിലിപ്പം പറയും ശ്ലോകം പറഞ്ഞു, അത് പറഞ്ഞ് വിവാദക്കാർ പലരും കാണും. ഇടയ്ക്ക് ഒരു ഹൈന്ദവ സമൂഹം ഒരു മാനം മൈത്രി സംഘം വെച്ചപ്പോ ഈ സാധുവായ എന്നെ ഒരു ആശംസ പറയാൻ വിളിച്ചു. അവിടെ പോയതിന് തന്നെ സമൂഹം മുഴുവൻ ഭയങ്കരമായ വിപ്ലവം ഉണ്ടായിരുന്നു. നമ്മളിത് പറയണ്ടേ? ഇത് നമ്മളെ ധർമ്മമല്ലേ? സർവ മനുഷ്യർക്കും ആഗമനമായിക്കൊണ്ടാണ് പ്രവാചകരെ അങ്ങേ നാം നിയോഗിച്ചത് എന്ന് ഖുർആൻ പറയുമ്പോൾ അവരുടെ സംസ്കൃതിയിൽ പോയി പറയണ്ടേ? പള്ളികളിൽ അറിയണ്ടേ? ഇതിന് ആധികാരികത ഉണ്ടോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? അപ്പൊ ഖുർആൻ പറഞ്ഞു വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. മനുഷ്യരിൽ അധിക പേരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന്. പെട്ടെന്ന് പറഞ്ഞു നിർത്താം. മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ 1975 ഏറ്റവും ബെസ്റ്റ് സെല്ലറായ അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം ലോകത്ത് ഇന്നേ വരെ കഴിഞ്ഞു പോയിട്ടുള്ള മരിച്ചവരും ജനിച്ചവരുമായ 100 വ്യക്തികളെ അണിനിരത്തി ഒരു പഠനത്തിന് വിധേയമാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിൽ, ആ പുസ്തകത്തിൽ ഒന്നാമത്തെ താളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കൊടുത്തു. പേര് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ക്രിസ്തീയ സഭയിൽ ഒരു ഓർത്തഡോക്സ് കത്തോലിക്ക അംഗമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള യേശുവിനേക്കാൾ ഞാൻ പ്രാധാന്യം നൽകി മുഹമ്മദ് നബിക്ക്. എന്റെ വായനക്കാരായ പലരും എന്നെ വിമർശിച്ചേക്കാം, എന്നെ പരിഹസിച്ചേക്കാം.
എങ്കിലും ഞാൻ പറയുന്നു, ബട്ട് ഹി വാസ് ദി ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഒരേ ഒരു മനുഷ്യൻ അത് മുഹമ്മദ് നബി മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ ചരിത്രത്തിൽ എത്രയോ ആൾക്കാർ ലോകത്ത് നിന്ന് കഴിഞ്ഞുപോയി, ഞാൻ മുഹമ്മദ് നബിയാണ് കണ്ടത്. ഒരുപാട് അനുയായികളുള്ള യേശുവിനെ ഞാൻ കണ്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ വൈവാഹിക ജീവിതത്തിൽ മാതൃകയില്ല. കുടുംബ ജീവിതത്തിൽ യേശു വിവാഹം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. മക്കൾ പരിപാലനത്തിലില്ല, ഭാര്യ ഭർത്തൃ ബന്ധത്തിലില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ നീക്കാണ്. പലരെയും ഞാൻ കുറിച്ച് പഠിച്ചു. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മാത്രം ചിലര് പ്രഗത്ഭരാണ്. രണ്ടാമതായി അദ്ദേഹം ആ പുസ്തകത്തിൽ രണ്ടാമത്തെ നമ്പർ 2 ഇട്ടിട്ട് അദ്ദേഹം കൊടുത്തത് സർ ഐസക് ന്യൂട്ടനാണ്. സർ ഐസക് ന്യൂട്ടൻ ഗ്രാവിറ്റി, ഈ ഗുരുത്വാകർഷണ ബലവുമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാലോ, ആപ്പിൾ തലയിൽ വീണ കാര്യമൊക്കെ അറിയാലോ. അതുമായി ബന്ധപ്പെട്ട പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയിച്ച ആളാണ്. മൂന്നാമതായി അദ്ദേഹം യേശുക്രിസ്തുവിന്റെ പേര് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം നമുക്ക് കഴിയുമെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ വായിക്കണം ആ പുസ്തകം. കാരണം അവിടെ ഇവിടെ ആരെങ്കിലും പറഞ്ഞതല്ല, ഇത് ചരിത്രകാരനാണ്. അദ്ദേഹം ഒരു താത്വിക അവലോകനം ചെയ്യുന്ന ഒരു ചിന്തകനാണ്. അദ്ദേഹം കൃത്യമായി ലോക ചരിത്രം പഠിച്ച് അതിൽ ഡോക്ടറേറ്റ് ഒക്കെ നേടിയ മനുഷ്യനാണ് മൈക്കിൾ എച്ച് ഹാർട്ട്. അദ്ദേഹം പിന്നെ മൂന്നാമതായി യേശുക്രിസ്തുവിന്, നാലാമതായി ഷൈലോൺ, ഈ നമ്മുടെ അച്ചടി യന്ത്രം കടലാസ് പേപ്പർ കണ്ടുപിടിച്ച ഷൈലോൺ, അഞ്ചാമതായി ഗുട്ടൻബർഗ് പ്രിന്റിംഗ് മെഷീൻ കണ്ടുപിടിച്ച ആള്, ആറാമതായി സെറ്റ്ഫോർഡ്, ഏഴാമതായി ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച ആള്, എട്ടാമതായി ആൽബർട്ട് ഐൻസ്റ്റീൻ, 9 കാർൽ മാർക്സ്, 10 ലെനിൻ. ഇങ്ങനെ തുടങ്ങിയ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാര് ഒക്കെ ഉൾപ്പെടുത്തി ശാസ്ത്രജ്ഞന്മാരെ ഒക്കെ ഇങ്ങനെ ഓർഡർ അനുസരിച്ച് അദ്ദേഹം ഇങ്ങനെ പേര് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്തുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബിയെ ഇത്രയും ലോകത്തിനെ വരെ ഇതിൽ മഹാത്മാഗാന്ധിജിയെ കൊണ്ടിട്ടാണ്. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാല് ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് 10 പേർക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ 107ാമതാണ് നമ്മുടെ ഇന്ത്യ രാഷ്ട്രത്തിന്റെ പിതാവായ മഹാത്മാഗാന്ധിജിക്ക് കൊടുത്ത സ്ഥാനം. കാരണം മഹാത്മാഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ മുഹമ്മദ് നബി അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ who was supremely successful on both the religious and secular level. മതവും ഭൗതികതയും സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആശയം ലോകത്ത് പഠിപ്പിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അതിൽ ഏറ്റവും കൂടുതൽ വിജയശ്രീ ലാളിതനാകുകയും ചെയ്ത ചരിത്രത്തിലെ ഒരേ ഒരു വ്യക്തി അത് മുഹമ്മദ് നബി മാത്രമാണ്. എന്താണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത്? Who was supremely successful on both the religious. ഒന്നാമത്തെ കാര്യം മതപരമായ കാര്യങ്ങൾ. രണ്ടാമതായി സെക്കുലർ ലെവൽ, ഭൗതികതയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട്. ഇസ്ലാം അങ്ങനെയാണല്ലോ. ആത്മീയത മാത്രം ഒരാൾ തസ്ബീഹ് പിടിച്ചിങ്ങനെ പള്ളിയിൽ വന്ന് കുത്തിയിരുന്ന് പെണ്ണും കെട്ടാതെ മുടിയും വളർത്തി താടിയും വളർത്തി അങ്ങനെ ഒരു സന്യാസ ജീവിതം ഇസ്ലാം പറയുന്നില്ല. കുടുംബജീവിതം വേണം, മക്കളെ വേണം, മക്കളെ പരിപാലിക്കണം, അധ്വാനിക്കണം, കൃഷി ചെയ്യണം, ജോലി ചെയ്യണം. അതുപോലെ തന്നെ ഭൗതികമായ ഏതെല്ലാം ഹലാലായ സമ്പാദ്യമാർഗങ്ങളുണ്ടോ അതൊക്കെ സമ്പാദിക്കണം. അങ്ങനെ ഭൗതികമായ എല്ലാ വിഭവങ്ങളും അവൻ വിഹിതമായ മാർഗത്തിൽ അത് കരസ്ഥമാക്കണം. എന്നിട്ട് ആത്മീയതയും വേണം. അല്ലെ? ഇപ്പൊ ഒരു പ്രത്യേക ത്വരീക്കത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നാം ശ്രദ്ധിക്കണം. നമ്മ യുവാക്കളെല്ലാം അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ത്വരീക്കത്ത്. അവർക്ക് വിവാഹം ചെയ്യില്ല. ഒരു ജന്മാനെയും പിടിച്ച് കുറെ ശൈഖന്മാരെയും വിളിച്ച് ഓരോ ഭരണശാല കെട്ടി ഇങ്ങനെ യുവാക്കളെ എല്ലാ അംഗത്ത് അഡിക്റ്റാക്കി വിവാഹമൊന്നും ഇല്ലാത്ത ഒരു സന്യാസ ജീവിതം ഇസ്ലാമിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ത്വരീക്കത്ത് നല്ലതും നിരക്കേ ഉണ്ട്, പക്ഷെ പിഴച്ച ത്വരീക്കത്തുകൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ വളർന്നു വരുന്ന തലമുറകളെ ശ്രദ്ധിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതികമായ കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത, നഖം വെട്ടുന്നത് മുതൽ നാട് ഭരിക്കുന്നത് വരെ, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, ഇങ്ങനെ പ്രവാചകൻ എന്ന് പറയുന്നത് സർവ മുഖ വ്യക്തിത്വമാണ്, ബഹുമുഖ വ്യക്തിത്വമാണ്. പ്രവാചകനും സർവ സൈന്യാധിപനും പടയാളിയും ഭരണാധികാരിയും കച്ചവടക്കാരനും പ്രവാചകനും തത്വജ്ഞാനിയും രാഷ്ട്രതന്ത്രജ്ഞനും അടിമമോചകനും സ്ത്രീ വിമോചകനും
അനാഥ സംരക്ഷകനും അധ്യാപകനും വിദ്യാർത്ഥിയും ഇങ്ങനെ മനുഷ്യന്റെ അഖിലനിഖില വ്യക്തിത്വങ്ങൾ ഒരു വ്യക്തിയിൽ സമ്മേളിക്കുന്ന ഒരു അസാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമമോചകൻ നമുക്കറിയാലോ, അബ്രഹാം ലിങ്കനാണ് അടിമമോചകൻ. പക്ഷേ അതിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ ആ അടിമ വർഗ്ഗത്തിൽപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ബിലാൽ ليس للأبيض فضل على الأسود ولا للعربي فضل على الأجمي إلا بالتقوى. അനറബിയേക്കാൾ അറബിക്ക് സ്ഥാനമില്ല, കറുത്തവനേക്കാൾ വെളുത്തവന് സ്ഥാനമില്ല. ഇല്ലാ ബിത്തഖ്വ, നിന്റെ വാരികല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരങ്ങളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം ഓരോ വ്യക്തിയെയും പരിഗണിക്കുന്നത്. അല്ലേ? സമ്പത്ത് കൊണ്ടല്ല, കറുത്തവരോ വെളുത്തവരോ നോക്കിയിട്ടല്ല. ഹൃദയാന്തരങ്ങളിൽ വാരികല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരങ്ങളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടോ, അവനാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത്. പള്ളിയിലെ പ്രസിഡന്റ് ആവാൻ യോഗ്യനാരാണ്? ഇല്ലാ ബിത്തഖ്വ. പണമില്ലെങ്കിലും പ്രതാപമില്ലെങ്കിലും അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മബോധമുണ്ടോ, അവനെ ആദ്യം പള്ളിയിലെ പ്രസിഡന്റ് ആക്കണം, അങ്ങനെയുള്ളവരെ സെക്രട്ടറി ആക്കണം. അങ്ങനെ തഖ്വയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ കാര്യങ്ങൾ നിർണ്ണയിക്കേണ്ടത്. സഹോദരങ്ങളെ, ബഹുമാനിക്കണം. ഞാനാരും വിമർശിക്കുന്നതല്ല. നാളെ വിപ്ലവം ഉണ്ടായി കളയുന്നു. തഖ്വ ഇല്ലാത്ത പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജിയൊക്കെ മാറ്റിക്കോളണമെന്ന് പറഞ്ഞ് വിപ്ലവമാക്കുക. തഖ്വ ആ ലോകം അങ്ങനെ ആയിപ്പോയി. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഇസ്ലാമിന്റെ കാര്യത്തിൽ പ്രാധാന്യം നൽകേണ്ടത്. വിവാഹ വിഷയത്തിൽ നമ്മളെ മോളെ കെട്ടിക്കാൻ പയ്യനെ സെലക്ട് ചെയ്തു. അവനെന്തില്ല, സമ്പത്തില്ല, സൗന്ദര്യമില്ല, പക്ഷേ 5 നേരം നിസ്കരിച്ച് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യനാണോ അവന് പ്രാധാന്യം. അല്ലെങ്കിൽ നമ്മുടെ മോന് വേണ്ടി ഒരു മോളെ സെലക്ട് ചെയ്യുമ്പോഴും ആ കുട്ടിക്ക് പണമില്ല, സമ്പത്തില്ല, എങ്കിലും ദീനുണ്ടെങ്കിൽ അതിനെ നാം തെരഞ്ഞെടുക്കണം. ദീനിന് പ്രാധാന്യം നൽകിയില്ലെങ്കിൽ അത് കുടുംബജീവിതമായാലും സാമൂഹ്യ ജീവിതമായാലും വ്യക്തി ജീവിതമായാലും സാംസ്കാരിക ജീവിതമായാലും രാഷ്ട്രീയ ജീവിതമായാലും ഒക്കെ അത് തകർന്നു പോകുമെന്നുള്ളതാണ്. അപ്പൊ സഹോദരങ്ങളെ, ബഹുമാനികളെ, ഇദ്ദേഹം മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹം ആ പുസ്തകം പൂർത്തീകരിക്കുകയും ആ പുസ്തകത്തിൽ അദ്ദേഹം അവസാനം പറഞ്ഞു, ബട്ട് ഹി വാസ് ദി ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഒരേ ഒരു മനുഷ്യനായി എനിക്ക് കാണാൻ കഴിഞ്ഞത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പുസ്തകം അവസാനിക്കുകയാണ്. കഴിയുമെങ്കിൽ യുവാക്കളായ വിദ്യാസമ്പന്നരായ എൻ്റെ മുമ്പിലിരിക്കുന്ന യുവാക്കളുണ്ട്, അതുപോലെ വായിക്കുന്നവരുണ്ട്. ആ പുസ്തകമൊക്കെ നമ്മുടെ ഗൂഗിൾ ആമസോൺ വഴി 10, 500, 600 രൂപയാവുള്ളൂ. ആമസോൺ വഴിയൊക്കെ വായിച്ചു നോക്കൂ. അപ്പൊ നമുക്കറിയാം ആരാണ് പ്രവാചകൻ എന്ന്, കേട്ടോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മതവും ഭൗതികതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആശയമാണ് ലോകത്ത് പഠിപ്പിച്ചത്, അതല്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ സത്യവിശ്വാസികൾ ദുആ ചെയ്യുമ്പോൾ എപ്പോഴും അവരുടെ പ്രാർത്ഥനയിൽ പ്രാധാന്യം നൽകേണ്ട പ്രാർത്ഥന എന്നറിയോ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സത്യവിശ്വാസികൾ എപ്പോഴും പ്രാർത്ഥിക്കണം, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ ഫിദ് ദുനിയാ, ഈ ദുനിയാവിൽ ഭൗതിക ജീവിതത്തിൽ ഞങ്ങൾക്ക് നന്മകൾ നീ പ്രദാനം ചെയ്യണം. സമ്പത്ത് വേണം, വീട് വേണം, വാഹനം വേണം, ഭൗതികമായ സൗകര്യങ്ങൾ വേണം. ദുനിയാവിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ ആ സൗകര്യങ്ങളെല്ലാം ഹസനയിൽപ്പെടും. അതാണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും ആ ഹസനയിൽപ്പെടുന്നതാണ് മഹാന്മാർ ഈ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വഫിൽ ആഖിറതി ഹസന, മരണാനന്തരം ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകളെല്ലാം നീ എനിക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലൽ ഹസന, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലല്, പിന്നെ ഖബർ ജീവിതം, പിന്നെ മഹ്ശറ, ഹിസാബ്, സ്വർഗ്ഗ നരകങ്ങൾ, ഇങ്ങനെയുള്ള പരലോകത്തുള്ള ഏതെല്ലാം കടമ്പകളുണ്ടോ വഫിൽ ആഖിറതി ഹസന, അത് പെടുന്നു. ദുനിയാവിലെ നന്മയും ആഖിറത്തിൽ. അപ്പൊ ആ പ്രാർത്ഥന
പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയുടെ പ്രായോഗികമായ ജീവിത രീതിയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഖുർആനിൽ നിന്ന് തന്നെ അതുപോലെ തന്നെ ഹദീസുകളിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയാൻ വന്ന വിഷയം വേറെ ഒന്നായിരുന്നു, പക്ഷേ ഇത് പറഞ്ഞു വന്നപ്പോൾ മാറിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനും ഈ അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകരെ കുറിച്ച് കൂടുതൽ അറിയുവാനും ആ ജീവിതത്തെ മാതൃകയായി ജീവിതത്തിൽ നമ്മുടെ ഓരോ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവാചകന്റെ സുന്നത്തുകൾ സഹോദരങ്ങളെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രവാചകന്റെ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നിസ്സാരമായി കാണുന്ന ഓരോ കാര്യങ്ങളും അത് സുന്നത്താണ് എന്ന് കരുതി ചെയ്യുമ്പോൾ അല്ലാഹു നമുക്ക് അതിന് പ്രതിഫലം നൽകും. ഇപ്പൊ ഉദാഹരണം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുമ്പോൾ നമ്മൾ വിചാരിക്കുക റസൂല് പഠിപ്പിച്ചതാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൈ കഴുകുന്നത് നിയന്ത്രണമെങ്കിൽ അല്ലാഹു അതിന് പ്രതിഫലം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ബിസ്മി പറഞ്ഞ് കഴിക്കുന്നു, അല്ലാഹു തആല അതിന് പ്രതിഫലം തരും. നമ്മൾ വസ്ത്രം ധരിക്കുന്നു, അള്ളാന്റെ റസൂൽ ആദ്യം വസ്ത്രം എടുത്തിട്ട് ഇങ്ങനെ കുടയുമായിരുന്നു. അതിന്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ അറിയാമല്ലോ, പല പ്രാണിയോ ജന്തുക്കളോ ഉണ്ടെങ്കിൽ അത് തെറിച്ചു പോട്ടെ എന്നുള്ളത്. എന്നിട്ട് അള്ളാന്റെ റസൂൽ ബിസ്മി പറഞ്ഞ് ദുആ പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂല് ഈ കൈ ഇങ്ങനെ വലത് കൈ ആക്കി വിടുമായിരുന്നു. അപ്പൊ നമ്മൾ വസ്ത്രം ഇടുമ്പോൾ ഇങ്ങനെ കാര്യം വെച്ചില്ലാതെ നമ്മൾ ആ വസ്ത്രം എടുത്ത് കുളഞ്ഞിട്ട് വലത് കൈ ബിസ്മി പറഞ്ഞ ദുആ ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒന്നും കുറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ വസ്ത്രം ഇടുമ്പോൾ അല്ലാഹു തആല നമുക്ക് ഒരു നന്മ, അത് ഊരിയിടുമ്പോൾ ബിസ്മി പറഞ്ഞു ഊരിയിടുമ്പോൾ അതിനൊരു നന്മ. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാല് കൊണ്ട് ചെരുപ്പ് ധരിക്കുക. അല്ലാഹു എന്റെ ഈ പാദത്തെ, എന്റെ ഈ കാലിനെ നേരായ മാർഗത്തിൽ ചലിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചെരുപ്പിടുമ്പോൾ അതിന് നന്മ. അപ്പൊ എല്ലാ കാര്യത്തിലും അല്ലാഹുവിന്റെ റസൂലിനെ റോൾ മോഡലാക്കുക. ഉസ്വത്തുൻ ഹസന, നിങ്ങളിൽ ഏറ്റവും ഉത്തമമായ മാതൃക റസൂലിലുണ്ട്. പല്ല് തേക്കുമ്പോ ഗോൾഗേറ്റ് എടുത്ത് വെച്ചിട്ട് വലതു ഭാഗത്ത് ബിസ്മി പറഞ്ഞു തുടങ്ങി അതിനും നന്മ. ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെടുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ടാണ് അതിന് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനും നന്മ. അപ്പൊ സ്വഹാബികളെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നതിനും അല്ലാഹു ഇബാദത്തായി പെടുമോ? അതെ, നീ വിഹിതമായ മാർഗത്തിലാണ് അത് നീ ഉപയോഗിച്ചത്. ഭാര്യ എന്നത് അവിഹിത മാർഗത്തിൽ പോയാൽ ശിക്ഷ ഉണ്ടാവോ? സ്വഹാബികൾ അതെ, വിചാരത്തിൽ പോയ ശിക്ഷ ഉണ്ടാവും. അപ്പൊ ഇത് അല്ലാഹു വിഹിതമായി നൽകിയതാണ്. അപ്പോ ആ വിഹിതമായ ശാരീരിക ബന്ധത്തിൽ, ഭാര്യ ബന്ധത്തിൽ പോലും, ആ സംസർഗത്തിൽ പോലും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ശാരീരികമായ ആ ഫീലിംഗ്, ആ എഫക്റ്റിന് പോലും നന്മയായി രേഖപ്പെടുത്തുന്ന റിലീജിയനാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സെക്യുലർ റിലീജിയൻ ആൻഡ് സെക്യുലർ ലെവൽ, മതവും ഭൗതികതയും ഒരുമിച്ച് കൊണ്ടുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ നസീഹത്തിന് വിരാമം കുറിക്കുന്നു. അല്ലാഹു കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. MK മജീദ് 1000 രൂപ, SH സലീം 100 രൂപ, MK മജീദ് 100 രൂപ, SH സലീം 100 രൂപ, നസീർ അസനാരില്ല, നസീർ അബ്ദുറഹ്മാൻ കുടുംബത്തിന് മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ദുആ ചെയ്തു. അതുപോലെ തന്നെ അല്ലാഹു ഈ സംഭാവനയൊക്കെ അല്ലാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ നല്ല ആഗ്രഹങ്ങളെ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ ചിലവഴിച്ച ഓരോ ചില്ലിക്കാശിനും അനുസൃതമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ വശഫീഇനാ മുഹമ്മദ് യാ അർഹമുർ റഹീം.